ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചിക്കൻ റോസ്റ്റിന് വേണ്ട സാധനങ്ങളാണ് കാണിക്കുന്നത്. 2 വലിയ സവോള, 2 തക്കാളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വേപ്പില, 2 പച്ചമുളക്. അപ്പോൾ ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നന്നായി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നന്നായി മൂപ്പിച്ചെടുക്കണം. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സബോള ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. സബോള ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇടാം, ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പിട്ടാലും മതി. പിന്നെ കുറച്ച് വേപ്പില ചേർക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം. അത് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മുളകും പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. മസാലകളൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ ഒരു സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് ഇതിൽ ടൊമാറ്റോ ചേർക്കാം. ഇനി നമ്മൾ മസാല നന്നായി മൂത്ത് വരുമ്പോൾ തക്കാളി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുക. എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിന് മാറ്റം വരുത്താം. ഇനി കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് അടച്ച് വയ്ക്കാം. ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് അടച്ച് വെച്ചതിന് ശേഷം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒഴിക്കാം. ഇത് റോസ്റ്റ് ആയതുകൊണ്ട് അധികം വെള്ളം വേണ്ട. അതിൽ നിന്ന് വരുന്ന വെള്ളം തന്നെ ധാരാളം മതി, ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളം. അങ്ങനെ അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ അതിൽ നിന്ന് നന്നായി വെള്ളം ഊറി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും. 20 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റി ആൻഡ് സ്വാദിഷ്ടമായ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, ഫീഡ്ബാക്ക് അറിയിക്കണേ.